ലൈംഗികാതിക്രമാരോപണത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജി ആവശ്യപ്പെട്ട പ്രതിഷേധം കനക്കുകയാണ്. രാഹുൽ MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് BJP അല്പസമയത്തിനകം MLA ഓഫീസിലേക്ക് മാർച്ച് നടത്തും. രാഹുലിനെ പാലക്കാട്ടെ ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുക്കാൻ സമ്മതിക്കില്ല എന്ന നിലപാടിലാണ് BJP. BJPയുടെ നിലപാട് BJPയുടെ സംസ്ഥാന നേതൃത്വം പറഞ്ഞിട്ടുണ്ട്, ജില്ലാ നേതൃത്വം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഈ കാര്യത്തിൽ ശക്തമായിട്ടുള്ള സമരവുമായിട്ട് മുന്നോട്ട് പോകും. MLA എന്നുള്ള ഔദ്യോഗിക നിലയിൽ പങ്കെടുക്കുന്ന പരിപാടികൾ, വ്യക്തിപരമായിട്ട് ഒരു കല്യാണ വീട്ടിൽ പോവുക അല്ലെങ്കിൽ ഒരു മരണ വീട്ടിൽ പോകുന്നതിനൊന്നും ഞങ്ങൾ എതിർക്കില്ല. അത് ഒരു വ്യക്തിപരമായിട്ടുള്ള അയാളുടെ കാര്യമാണ്. പക്ഷേ ഔദ്യോഗിക സ്ഥാനം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പരിപാടികളിലും സംബന്ധിക്കാൻ ഞങ്ങൾ അനുവദിക്കും. അത് ഏത് വിധേനയും ഞങ്ങൾ നേരിടും. ലൈംഗികാതിക്രമ കേസിൽ രാഹുലിനെ ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ഇക്ബാൽ അറക്കൽ വിവരങ്ങളുമായി. ഇക്ബാൽ, BJP ശക്തമായ നിലപാടെടുക്കുമ്പോൾ കൃഷ്ണകുമാർ തന്നെ പ്രതികരണവുമായി രംഗത്ത് വരുന്നുണ്ട്. കൃഷ്ണകുമാറിനെതിരെ തിരിച്ചുള്ള ആരോപണങ്ങൾ ഈ ഘട്ടത്തിൽ ഉയർന്നിരുന്നു. അപ്പോൾ BJP എന്ത് പരിപാടികളിലേക്കാണ് കടക്കുന്നത്, എന്ത് പ്രതിഷേധ പരിപാടികളിലേക്കാണ് ജില്ലയിൽ കടക്കുന്നത്? ഇക്ബാൽ. സ്മൃതി, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ പാലക്കാട് MLA ഓഫീസിലേക്ക് ഇപ്പോൾ BJP പ്രതിഷേധവുമായി വരുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നത്. BJPയുടെ പാലക്കാട് ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ, അതുപോലെ തന്നെ BJPയുടെ മറ്റ് സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ ഈ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. MLA സ്ഥാനത്ത് നിന്ന് രാഹുൽ മാറണം, MLA സ്ഥാനം രാഹുൽ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ BJP ഇത്തരത്തിലൊരു പ്രതിഷേധവുമായി രാഹുൽ മാങ്കൂട്ടത്തിലെ പാലക്കാട് MLA ഓഫീസിലേക്ക് എത്തുന്നത്. നേരത്തെ നിരവധി തവണ പ്രതിഷേധ മാർച്ച് BJPയുടെ നേതൃത്വത്തിൽ നടന്നാണ്, യുവമോർച്ചയുടെ നേതൃത്വത്തിൽ നടന്നാണ്. ഇപ്പോൾ പ്രവർത്തകർ പോലീസ് ഒരുക്കിയിട്ടുള്ള ബാരിക്കേഡിലേക്ക് കയറാനുള്ള ശ്രമം നടത്തുന്നു. വലിയ സുരക്ഷ തന്നെ ഈ മേഖലയിൽ ഒരു പ്രതിഷേധ സാഹചര്യം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സംഘർഷ സാഹചര്യം നിലനിൽക്കുന്നു എന്ന് കണ്ടുകൊണ്ട് പോലീസ് ഒരുക്കിയിരുന്നു. ഇപ്പോൾ പോലീസ് ഒരുക്കിയിട്ടുള്ള ബാരിക്കേഡിലേക്ക് ഇപ്പോൾ BJP പ്രവർത്തകർ കയറും. പോലീസ് തൊട്ടപ്പുറത്ത് തന്നെ വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ജലപീരങ്കി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ പോലീസ് പ്രവർത്തകരെ ഈ മേഖലയിൽ നിന്നും മാറ്റാൻ വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. പാലക്കാട് ASP രാജേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു സുരക്ഷ ഈ മേഖലയിൽ ഒരുക്കുകയും ചെയ്യുന്നത്. ഏതായാലും BJPയുടെ നിരവധി പ്രവർത്തകർ ഇപ്പോൾ പ്രതിഷേധവുമായി ഈ മേഖലയിലേക്ക് എത്തിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. രാഹുൽ MLA സ്ഥാനം രാജിവെക്കുന്നതുവരെ ഈ പ്രതിഷേധം തുടരുമെന്നുള്ളതാണ് BJP പറയുന്നത്. BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ C കൃഷ്ണകുമാർ ഉൾപ്പെടെ നേരത്തെ റിപ്പോർട്ടറോട് പ്രതികരിക്കുന്ന സമയത്ത് പറഞ്ഞത് രാഹുലിനെ ഒരു കാരണവശാലും പാലക്കാട്ടെ പരിപാടികളിൽ പങ്കെടുപ്പിക്കാൻ അനുവദിക്കില്ല. അസോസിയേഷനുകളുടെ അല്ലെങ്കിൽ ക്ലബ്ബുകളുടെ പരിപാടികളിലൊന്നും രാഹുലിനെ പങ്കെടുപ്പിക്കാൻ അനുവദിക്കില്ല. സംഘാടകർ രാഹുലിനെ എത്തിക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ പ്രതിഷേധ സാഹചര്യം കൂടി കണക്കിലെടുക്കണമെന്നുള്ളതാണ് BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷനായിട്ടുള്ള C കൃഷ്ണകുമാർ നേരത്തെ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തിട്ടുള്ളത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് BJPയുടെ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു പ്രതിഷേധം നടക്കുകയും ചെയ്യുന്നത്. BJPയുടെ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ ഈ മാർച്ചിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. BJPയുടെ വനിതാ നേതാക്കളുണ്ട്. നേരത്തെ മഹിളാ മോർച്ച പ്രവർത്തകരുടെ എല്ലാം നേതൃത്വത്തിൽ രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് കോഴിയുമായി MLA ഓഫീസിലേക്ക് നീങ്ങി പ്രതിഷേധം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നാലെ യുവമോർച്ച പ്രവർത്തകർ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഓഫീസിലേക്ക് പോലീസ് ഒരുക്കിയുള്ള സുരക്ഷാ സംവിധാനങ്ങളെല്ലാം മറികടന്നുകൊണ്ട് കയറാനുള്ള ശ്രമവും നടത്തിയതാണ്. ഇപ്പോൾ ഏതായാലും BJPയുടെ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ പ്രതിഷേധം നടക്കുകയും ചെയ്യുന്നത്. പ്രവർത്തകർ ഇപ്പോൾ പോലീസ് ഒരുക്കിയിട്ടുള്ള ബാരിക്കേഡിന് സമീപം വരെ എത്തിയിരിക്കുന്നു. ചില പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിലേക്ക് കയറാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഏതായാലും പോലീസ് പ്രവർത്തകരെ തടയുകയാണ്. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് പ്രവർത്തകർ ഈ ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമം നടത്തുന്നതാണ്. ഏതായാലും പോലീസിന്റെ സുരക്ഷാ സംവിധാനം അല്ലെങ്കിൽ പോലീസ് ഈ പ്രതിഷേധക്കാരെ മുഴുവൻ ഇപ്പോൾ ഈ മേഖലയിൽ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. MLA ഓഫീസിലേക്ക് നീങ്ങുമെന്നുള്ളതാണ് BJP പ്രവർത്തകർ അറിയിക്കുകയും ചെയ്യുന്നത്. രാഹുൽ എത്രയും പെട്ടെന്ന് MLA സ്ഥാനത്ത് നിന്ന് മാറണം, MLA സ്ഥാനം രാഹുൽ രാജിവെക്കാൻ തയ്യാറാവണം എന്നുള്ളതാണ് BJPയുടെ ആവശ്യം. ഇപ്പോൾ പ്രവർത്തകർ ഈ ബാരിക്കേഡിന്റെ താഴ്ഭാഗത്ത് കെട്ടിയിട്ടുള്ള കയറുകളെല്ലാം മാറ്റി ആ ബാരിക്കേഡ് മറിച്ചിടാനുള്ള ഒരു ശ്രമത്തിലേക്ക് ഈ പ്രവർത്തകർ നീങ്ങുന്നു. അതിന്റെ കാഴ്ചകളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുകയും ചെയ്യുന്നത്. BJP പ്രവർത്തകർ ബാരിക്കേഡിന്റെ താഴത്ത് കെട്ടിയിട്ടുള്ള ആ കയറുകൾ മുഴുവൻ ഇപ്പോൾ അഴിക്കുകയാണ്. അവർ ഓരോ കയറുകളായി ഇപ്പോൾ അഴിക്കുന്നതിന് ശേഷം ബാരിക്കേഡ് മറിച്ചിട്ട് രാഹുലിന്റെ MLA ഓഫീസിലേക്ക് നീങ്ങുക എന്നൊരു ലക്ഷ്യത്തിലേക്ക് ഇപ്പോൾ പ്രവർത്തകർ നീങ്ങിയിരിക്കുകയാണ്. BJPയുടെ കൊടികളെല്ലാം ഈ ബാരിക്കേഡ് മുകളിൽ കെട്ടി ഉയർത്തിയിരിക്കുന്നു. അതിനുശേഷം പിന്നീട് ഇപ്പോൾ രാഹുൽ രാജിവെക്കണം എന്നൊരു ആവശ്യത്തിൽ തന്നെയുള്ള മുദ്രാവാക്യ വിളികളുമായാണ് അവർ ഈ ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുന്നത്. BJP പാലക്കാട് ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ, അതുപോലെ തന്നെ BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷനായിട്ടുള്ള C കൃഷ്ണകുമാർ ഉൾപ്പെടെയുള്ള ആളുകളുടെ നേതൃത്വത്തിൽ നൂറുകണക്കിന് BJP പ്രവർത്തകർ, പ്രത്യേകിച്ച് മഹിളാ മോർച്ചയുടെയും യുവമോർച്ചയുടെയും എല്ലാം പ്രവർത്തകർ പ്രതിഷേധവുമായി രാഹുൽ മാങ്കൂട്ടത്തിലെ പാലക്കാട് കാടാങ്കുള്ള ഓഫീസിലേക്ക് നീങ്ങുകയായിരുന്നു. MLA ഓഫീസിന് മീറ്ററുകൾ ദൂരത്ത് വെച്ചാണ് ഇപ്പോൾ പ്രവർത്തകർ ബാരിക്കേഡ് ഒരുക്കിക്കൊണ്ട് ഈ
പ്രവർത്തകരെ തടഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ കൊടിതോരണങ്ങളെല്ലാം BJP പ്രവർത്തകർ പോലീസിന് നേരെ എറിയുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. പ്രവർത്തകർ ഇപ്പോൾ ബാരിക്കേഡ് മുകളിലേക്ക് കയറുന്നു, ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമം നടത്തുന്നു. പ്രവർത്തകർ പോലീസിനെ മറികടന്നുകൊണ്ട് MLA ഓഫീസിലേക്ക് നീങ്ങുകയാണ്. ഇപ്പോൾ പ്രവർത്തകർ ഓരോരുത്തരായി ബാരിക്കേഡിന് മുകളിലേക്ക് കയറുകയാണ്. അവർ ഓരോരുത്തരായി ഇത്തരത്തിലുള്ള ഈ പ്രതിഷേധം കൂടുതൽ കാര്യമാക്കി അല്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കിക്കൊണ്ട് രാഹുലിന്റെ രാജി ആവശ്യപ്പെടുകയാണ്. രാഹുൽ മാങ്കുളത്തിൽ MLA സ്ഥാനം രാജിവെക്കാൻ തയ്യാറാവണം. ഇത്തരത്തിൽ ലൈംഗികാരോപണ പരാതികൾ നിലനിൽക്കുന്ന ഒരാളെ ഒരിക്കലും പാലക്കാട്ടേക്ക് എത്താൻ അനുവദിക്കില്ല. പാലക്കാട്ടെ ഒരു പരിപാടികളിലും രാഹുലിനെ പങ്കെടുപ്പിക്കാൻ അനുവദിക്കില്ല. അസോസിയേഷനുകളുടെയോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ക്ലബ്ബുകളുടെയോ പരിപാടിയിൽ പങ്കെടുപ്പിക്കാനുള്ള കോൺഗ്രസിന്റെ നീക്കം അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. രാഹുലിനെതിരെ ശക്തമായിട്ടുള്ള സമരവും പ്രതിഷേധവുമായി പോകും. സംഘാടകർ രാഹുലിനെ എത്തിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിന് ഈ പ്രതിഷേധങ്ങളെല്ലാം കണക്കിലെടുത്തുകൊണ്ട് വേണം അത്തരത്തിലൊരു തീരുമാനം സ്വീകരിക്കാൻ. തങ്ങൾ നടത്തുന്ന പരിപാടിയുടെ ശോഭ കെടുത്തുന്ന രീതിയിലായിരിക്കും ഈ പ്രതിഷേധങ്ങളെല്ലാം നടത്തുക എന്നുള്ളത് നേരത്തെ തന്നെ BJP അറിയിച്ചതാണ്. ഏതായാലും ഈ പ്രതിഷേധങ്ങളെല്ലാം നിലനിൽക്കുമ്പോഴും ഓണാഘോഷത്തിന് ഇടയിൽ രാഹുലിനെ പാലക്കാട്ടേക്ക് തിരക്കിട്ട് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നുള്ളത് കോൺഗ്രസിന്റെ ഗ്രൂപ്പ് യോഗത്തിൽ നിന്ന് തന്നെ പുറത്തു വന്നിട്ടുള്ള വിവരമാണ്. അത്തരത്തിലൊരു വിവരം കൂടി പുറത്തു വന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ രാഹുലിനെതിരായിട്ടുള്ള പ്രതിഷേധം ശക്തമാക്കാനുള്ള തീരുമാനത്തിലേക്ക് ഇപ്പോൾ BJP ഉൾപ്പെടെ കടക്കുകയും ചെയ്തിട്ടുള്ളത്. BJPയുടെ പ്രവർത്തകർ ഇപ്പോൾ പോലീസ് ഒരുക്കിയിട്ടുള്ള ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിക്കുന്നു. MLA ഓഫീസിലേക്ക് നീങ്ങാനുള്ള ശ്രമം നടത്തുന്നു. പോലീസ് വലിയ രീതിയിൽ ഈ മേഖലയിൽ സുരക്ഷ ഒരുക്കിയിരിക്കുന്നു. പ്രവർത്തകരെ മുഴുവൻ പോലീസ് ഇപ്പോൾ കൂടുതൽ ബാരിക്കേഡുകളും കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് തടഞ്ഞിരിക്കുകയാണ്. നേരത്തെ പലതവണ രാഹുലിന്റെ MLA ഓഫീസിലേക്ക് നീങ്ങാൻ BJP പ്രവർത്തകർ ശ്രമിച്ചതാണ്. അതുകൊണ്ട് തന്നെ പോലീസ് ഇത്തവണ വലിയ രീതിയിലാണ് സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. പാലക്കാട് ASPയുടെ നേതൃത്വത്തിലുള്ള സുരക്ഷാ സംവിധാനമാണ്. ഇപ്പോൾ ഒരു ജലപീരങ്കിക്കുള്ള സാധ്യത, അതിനുള്ള സൈറൺ മുഴങ്ങുന്നതായിട്ടുള്ള വിവരം ലഭിക്കുന്നു. ഏതായാലും ഇപ്പോൾ പോലീസ് ഇപ്പോൾ ജലപീരങ്കി ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തകരെ നീക്കാനുള്ള ശ്രമത്തിലേക്ക് കടന്നിരിക്കുന്നു. പോലീസ് ഇപ്പോൾ ജലപീരങ്കി ഉള്ള ആ വാഹനം, വരുൺ എന്ന് പറയുന്ന വാഹനം ഉപയോഗിക്കാനുള്ള നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നു. ഇപ്പോൾ ജലപീരങ്കി പ്രവർത്തിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു. പോലീസ് പ്രവർത്തകരെ ജലപീരങ്കി അടിച്ചുകൊണ്ട് ഈ മേഖലയിൽ നിന്ന് മാറ്റാനുള്ള ശ്രമത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ജലപീരങ്കി പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചിരിക്കുന്നു. പ്രവർത്തകരെ മേഖലയിൽ നിന്ന് പിരിഞ്ഞു പോകാൻ വേണ്ടി നേരത്തെ പോലീസ് ആഹ്വാനം ചെയ്തതാണ്. പക്ഷേ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറാവാതെ പോലീസ് ഒരുക്കിയിട്ടുള്ള ബാരിക്കേഡുകൾ മറികടക്കാൻ ശ്രമിച്ചതോടുകൂടിയാണ് ഇപ്പോൾ BJP പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചിരിക്കുന്നത്. ബാരിക്കേഡിൽ കെട്ടിയിട്ടുള്ള കയറുകൾ ഉൾപ്പെടെ മാറ്റിക്കൊണ്ട് ബാരിക്കേഡ് മറികടക്കാൻ വേണ്ടി BJP പ്രവർത്തകർ ശ്രമിക്കുകയായിരുന്നു. ആ പ്രവർത്തകർക്ക് നേരെയാണ് ഇപ്പോൾ പോലീസ് ഇത്തരത്തിൽ ഒരു ജലപീരങ്കി ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തകരെ മാറ്റാനുള്ള ശ്രമം നടത്തുന്നത്.